ഈ കൗൺസിലിൽ തന്നെ ഉണ്ട്. 3-4 പ്രാവശ്യം കൗൺസിലർമാരായ ആൾക്കാർ എന്തായാലും ഭരണസമിതിയിലുണ്ട്. അവരുടെയൊക്കെ ഒരു ടീം വർക്കാണ്. സംഘമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സംഘത്തിൻ്റെതായ ഒരു ടീം വർക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഉപദേശകരെ പുള്ളിക്കാരൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മേയർ എന്നുള്ള രീതിയിൽ കിട്ടാവുന്ന റിസോഴ്സുകളെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു. നഗരവികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം മുഖ്യമന്ത്രിയിൽ നിന്ന് നേടിയിട്ടുണ്ട്. അത് എത്രത്തോളം ഫലവത്താവുമെന്നും എത്ര കാലം നീണ്ടുപോകുമെന്നും അറിയത്തില്ല. കാര്യം ഗവൺമെൻറ് അടുത്ത 3 മാസത്തേക്ക് കഴിയുമ്പോഴത്തേക്കും മാറുകയാണ്. അപ്പോൾ നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് വരുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാനും മാതൃകാ നഗരമായിട്ട് തിരുവനന്തപുരത്തിനെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം. മുമ്പ് ഒരു മാതൃകാ നഗരമായിരുന്നു. 40 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശുചിത്വമുള്ള ഒരു നഗരമായിരുന്നു. അത് CPM വന്നതോടെയാണ് അത് മാലിന്യ കൂമ്പാരം